സ്ക്രോളിങ്ങും നെക്ക് പെയിൻ അല്ലെങ്കിൽ അതിന് തുടർന്നുണ്ടാകുന്ന നടുവേദനയും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ OPD വരുന്ന പേഷ്യൻസ് ഈ ടീച്ചേഴ്സ്, ബാങ്ക് ജീവനക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ IT ഫീൽഡിലുള്ളവർ, ഇവരുടെ ബേസിക്കലി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി അവരുടെ നെക്ക് ഒരേ പൊസിഷനിലായിരിക്കും. മോസ്റ്റ്ലി അവർ ചെയ്യുന്നത് നെക്ക് എയ്തർ ബെൻഡ് ചെയ്തിട്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്രീ ടൈം ഒരു 5 മിനിറ്റ് ഫ്രീ ആകുമ്പോൾ ഉടനെ മൊബൈൽ എടുക്കും, സ്ക്രോൾ ചെയ്യും. പക്ഷേ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് നമ്മൾ തലയണ പുറകിൽ വെച്ചിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോഫയിൽ കിടന്നിട്ട് മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് നോർമലി ഇരിക്കേണ്ട പൊസിഷനിലല്ല, ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബെൻഡ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ബെൻഡ് ചെയ്യുന്ന ഈ ഫോഴ്സ്, ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ഡിസ്കുകളിലോട്ട് പോകും. നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഡിസ്കിന് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസ്കിന് തേയ്മാനം ഉണ്ടാകും, അത് നെക്ക് പെയിൻ ഉണ്ടാകാം. ഈ നെക്ക് പെയിൻ ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്ക് പെയിൻ, നടുവിലോട്ടുള്ള പെയിനും ഉണ്ടാകാറുണ്ട്. കാരണം അതെല്ലാം പോസ്ചർ റിലേറ്റഡ് ആണ്. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പൈനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു 90% കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നടുവേദന, കഴുത്തുവേദന, ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിലായിക്കോട്ടെ, നിങ്ങളുടെ TV അല്ലെങ്കിൽ മോണിറ്റർ എപ്പോഴും നിങ്ങളുടെ ഐ ലെവലിലായിരിക്കണം വെക്കേണ്ടത്. ഒന്നുകിൽ ഒരിക്കലും ഇങ്ങനെ മുകളിലോട്ട് നോക്കാനും പാടില്ല, ഒരുപാട് താഴെ നോക്കാനും പാടില്ല.